ശ്രീനാരായണ ഗുരുവിന്റെ കരിയും കരിമരുന്നും എന്ന പ്രയോഗത്തെ അനർത്ഥമാക്കുന്ന രാഷ്ട്രീയ സ്ഫോടനങ്ങളാണ് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പുകയുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് രാഷ്ട്രീയത്തിന്റെ സകല സമവാക്യങ്ങളും മാറിമറിയുകയാണ്. കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ വലിയൊരു ത്രികോണ മത്സരം നടക്കുമെന്ന് പുറമേ തോന്നിപ്പിച്ച മണ്ഡലത്തിൽ കാത്തിരിക്കുന്നത് BJPയെ ഒന്നടങ്കം നടുക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ ദുരന്തമാണ് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇത് മറ്റാരുടെയും കണ്ടെത്തലല്ല, മറിച്ച് BJPയുടെ സ്വന്തം നേതൃത്വത്തിന്റെ വിലയിരുത്തലുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJPയുടെ വോട്ടുകൾ വലിയ തോതിൽ ചോരുകയാണ്. NDA സ്ഥാനാർത്ഥിയും മുൻ DGPയുമായ R ശ്രീലേഖ പ്രതീക്ഷകൾക്കൊത്തു ഉയർന്നില്ലെന്നും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും BJP നേതൃത്വം തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വീഴ്ചയുടെ കാരണങ്ങൾ വട്ടിയൂർക്കാവിൽ മാത്രം ഒതുങ്ങുന്നതല്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ BJP നടത്തിയ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു R ശ്രീലേഖയുടെ കടന്നുവരവ്. അവരെ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി വലിയൊരു ക്യാമ്പയിൻ അവർ പ്ലാൻ ചെയ്തു. ആ പ്ലാൻ പൂർണ്ണമായും പൊളിഞ്ഞു പാളീസാവുകയും മേയർ കസേര സ്വപ്നം കണ്ട ശ്രീലേഖയ്ക്ക് അവിടെ പച്ച തൊടാൻ കഴിയാതെ വരികയും ചെയ്തു. ഇതിനൊരു കോമ്പൻസേഷൻ എന്ന നിലയിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വിട്ടുവീഴ്ചയുടെ പേരിലാണ് വട്ടിയൂർക്കാവ് മണ്ഡലം BJP അവർക്ക് നൽകിയത്. ആ ഒരൊറ്റ തീരുമാനത്തിന് BJP നൽകേണ്ടി വരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണ്. വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള, താഴെത്തട്ടിൽ വ്യക്തമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ സ്വന്തം നേതൃത്വത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ പാർട്ടിയിലെ അടിത്തട്ട് മുതൽ മുകളിലേക്കുള്ള മുഴുവൻ പ്രവർത്തകർക്കും സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നില്ല R ശ്രീലേഖ. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായി, സാധാരണക്കാരായ വോട്ടർമാരുമായി ഇഴുകിച്ചേരാൻ ഒരു മുൻ പോലീസ് മേധാവിക്ക് കഴിഞ്ഞില്ല. പ്രാദേശിക നേതൃത്വത്തെയോ പ്രവർത്തകരെയോ വിശ്വാസത്തിലെടുക്കാതെ മുകളിൽ നിന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കലായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം. ശ്രീലേഖയ്ക്ക് പകരം മണ്ഡലത്തിൽ പൊതുസമ്മതനായ മറ്റേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ BJPക്ക് ഇതിലും മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥിയോടുള്ള ഈ കടുത്ത അതൃപ്തി കാരണം BJPയുടെ പരമ്പരാഗത വോട്ടുകൾ പോലും വൻതോതിൽ മറ്റു മുന്നണികളിലേക്ക് മറിയുകയാണ്. BJP വോട്ടുകൾ ചോരുന്നതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് ആണ് എന്നാണ് BJP വിലയിരുത്തൽ. സ്വന്തം സ്ഥാനാർത്ഥിയോട് താല്പര്യമില്ലാത്ത BJP വോട്ടർമാർ സ്വാഭാവികമായും വികസനത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതിന്റെ പ്രതിഫലനമാണ് മണ്ഡലത്തിൽ കാണുന്നത്. VK പ്രശാന്ത് എന്ന സിറ്റിംഗ് MLA കേവലം ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, ജനങ്ങൾക്ക് അദ്ദേഹം MLA ബ്രോ ആണ്. നേരത്തെ അദ്ദേഹം മേയർ ബ്രോ ആയിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു വ്യക്തിപ്രഭാവം അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മണ്ഡലത്തിൽ അദ്ദേഹം നടപ്പാക്കിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും യുവാക്കൾക്കിടയിലുള്ള സ്വാധീനവും ഈ വോട്ട് മാറ്റത്തിന് ആക്കം കൂട്ടുന്നു. BJP വോട്ടുകൾ കൂടി അനുകൂലമായി മാറുന്നതോടെ 8,000-നും 10,000-നും ഇടയിൽ പ്രശാന്ത് ലീഡ് ചെയ്യുമെന്ന CPMന്റെ കണക്കു കൂട്ടലുകൾക്ക് അടിത്തറയാകുന്നതും ഗ്രൗണ്ടിലെ ഈ യാഥാർത്ഥ്യമാണ്. UDF ക്യാമ്പിൽ K മുരളീധരൻ കളത്തിലിറങ്ങിയത് വട്ടിയൂർക്കാവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മറ്റൊരു തരത്തിൽ സ്വാധീനിച്ചു. മുരളീധരനെ പോലൊരു കരുത്തനായ നേതാവ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വന്നതോടെ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ ഒരു കാരണവശാലും BJPയിലേക്കോ മറ്റെങ്ങോട്ടെങ്കിലുമോ ചോർന്നു പോകില്ല എന്നുറപ്പായി. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ പട്ടം, കേശവദാസപുരം മേഖലകളിലെ ക്രൈസ്തവ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും UDFനു പിന്നിൽ ഉറച്ചു നിൽക്കാൻ മുരളീധരന്റെ സാന്നിധ്യം കാരണമായിട്ടുണ്ട് എന്നാണ് UDF കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ടെന്നും അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. കൃത്യമായ കോൺഗ്രസ് വോട്ടുകൾ അപ്പാടെ കോൺഗ്രസിന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ അവിടെയുള്ളത് എന്നാണ് അവർ പറയുന്നത്. BJPയിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന കോൺഗ്രസ് വോട്ടുകൾ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുകയും മറുവശത്ത് BJPയുടെ സ്വന്തം വോട്ടുകൾ LDFയിലേക്ക് ചോരുകയും ചെയ്തതോടെ BJP പൂർണ്ണമായും ചിത്രത്തിൽ നിന്ന് പുറത്തായി എന്നുള്ളതാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. ഫലത്തിൽ വട്ടിയൂർക്കാവിലെ മത്സരം VK പ്രശാന്തും K മുരളീധരനും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടമായി ചുരുങ്ങി. മൂന്നാം സ്ഥാനത്തേക്ക് തങ്ങൾ പിന്തള്ളപ്പെടുമെന്നത് BJP നേതൃത്വം മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞു. ഈ അടിയൊഴുക്കുകൾ NDA ക്യാമ്പിൽ വലിയ ഷോക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവ് എന്നത് തിരുവനന്തപുരം ജില്ലയുടെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ ചിത്രത്തിന്റെ ഒരു സൂചന മാത്രമാണ്. കേരളത്തിന്റെ തലസ്ഥാനത്ത് BJP വലിയ രീതിയിൽ വേരുറപ്പിക്കുന്നു എന്ന അവകാശവാദങ്ങളുടെ മുനയൊടിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം.
ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒരുപോലെ ഇടതുപക്ഷം തങ്ങളുടെ ആധിപത്യം അരക്കിട്ടുറപ്പിക്കുകയാണ്. ജനകീയമായ ഇടപെടലുകൾ, കൃത്യമായ വികസന അജണ്ട, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്ന ചരിത്രം, ഇതെല്ലാം തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ LDFന് അജയ്യമായൊരു അടിത്തറ നൽകിയിട്ടുണ്ട്. BJP ഉയർത്തുന്ന വർഗീയ അജണ്ടകൾക്കും പൊള്ളയായ അവകാശവാദങ്ങൾക്കും ഈ തിരുവനന്തപുരത്തെ വോട്ടർമാർക്കിടയിൽ യാതൊരു സ്വാധീനവുമില്ല എന്ന് തെളിയുകയാണ്. സംഘടനാപരമായ ദൗർബല്യങ്ങൾ നേരിടുന്ന കോൺഗ്രസിനും ഈ ഇടതു കുതിപ്പിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ പ്രതീക്ഷയോടെ, വലിയ അവകാശവാദങ്ങളോടെ BJP രംഗത്തിറങ്ങിയ വട്ടിയൂർക്കാവ് അവർക്കൊരു വലിയ പാഠമായി മാറുകയാണ്. കോൺഗ്രസ് വോട്ടുകൾ K മുരളീധരൻ ഉറപ്പിച്ചു നിർത്തുമ്പോൾ BJP വോട്ടുകൾ പോലും VK പ്രശാന്തിന്റെ വികസന രാഷ്ട്രീയത്തിന് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ് BJPയുടെ തന്നെ വിലയിരുത്തൽ. വികസനവും ജനകീയതയും കൈമുതലാക്കിയ VK പ്രശാന്തിന് അനുകൂലമായാണ് വട്ടിയൂർക്കാവിന്റെ മനസ്സ് ചായുന്നത് എന്ന് വ്യക്തം. തിരുവനന്തപുരം ജില്ലയിലാകെ ആഞ്ഞുവീശുന്ന ഇടതുപക്ഷം മുന്നേറ്റത്തിന്റെ കാറ്റിൽ BJPയുടെ വട്ടിയൂർക്കാവ് മോഹങ്ങൾ പൂർണ്ണമായും കടപുഴകി വീഴും എന്ന് തന്നെയാണ് സ്വന്തം പാർട്ടിക്കുള്ളിലെ തന്നെ സംസാരം.